ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അനന്തംപിള്ള സുനിൽ ദാമോദരനോട് പറയുന്നു, ഇവിടെ കാറ്റിന് പോലും ചെവികളുണ്ട്, അതുകൊണ്ട് എമൗണ്ട് ഞാൻ രഹസ്യമായിട്ട് പറയാം എന്നും പറഞ്ഞ് സുനിൽ ദാമോദരൻ്റെ ചെവിയിലോട്ട് പറയുവാണ്. കോടികളുടെ കണക്കാണ് അവൻ ചെവിയിലോട്ട് പറയുന്നത്. അനന്തംപിള്ള ചോദിച്ച എമൗണ്ടിന് സുനിൽ ദാമോദരൻ സമ്മതിച്ചു. എന്നാൽ ഇനി എക്സ്പ്ലോസീവ് ന്യൂസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അനന്തംപിള്ള പറയുന്നുണ്ട്, SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലീക്കിനെ കുറിച്ചുള്ളതാണ് എക്സ്പ്ലോസീവ് ന്യൂസ്. അംബികവർമ്മയെ ചതിക്കുന്നതിനുള്ള കൂലിയാണ് വാങ്ങിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ചാനലിന് റേറ്റിംഗ് കൂടാൻ വേണ്ടി മറ്റൊരു ന്യൂസും കൂടെ വരുന്നുണ്ട്. അതായത് അംബികയുടെ ഇപ്പോഴത്തെ PA ആയ രാജുവിൻ്റെ കുടുംബത്തിൽ വലിയൊരു പൊട്ടിത്തെറിയും പൂരവും നടക്കാൻ പോകുന്നു. ആ വിവരങ്ങളും അനന്തംപിള്ള അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ പാവൻ രാധമ്മ ശ്രീലക്ഷ്മിക്കുള്ള പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ചുട്ടടുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. കൂടെ ഹെൽപ്പിനെന്ന പോലെ രുക്മിണിയുണ്ട്. രുക്മിണിയുടെ കള്ള മനസ്സ് എന്താണെന്ന് പാവൻ രാധമ്മയുണ്ടോ അറിയുന്നു. രാധമ്മ ഉണ്ടാക്കി വെച്ച ഉണ്ണിയപ്പം എടുത്ത് രുക്മിണി കഴിച്ചിട്ട് വളരെയേറെ പുകഴ്ത്തുവാണ് രാധമ്മ. ഇതിൻ്റെ റെസിപ്പി എന്താണ്, എന്തൊരു ടേസ്റ്റ്, എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട്. പാവൻ രാധമ്മയുടെ മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ട് രാധമ്മ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് രുക്മിണിയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. പറയുന്നുണ്ട്, ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല രുക്മിണി, വളയന്തോടം പഴം മാവിനകത്തോട്ട് കലക്കി ചേർക്കുമ്പോൾ പഴമൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൊങ്ങി വരും, അപ്പോൾ ആ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റും മാർദ്ദവും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ രാധമ്മ പറയുവാണ്. ഉണ്ണിയപ്പം കഴിക്കുന്ന കൂട്ടത്തിൽ രുക്മിണി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രിയ കണ്ടിട്ട്, എന്താ രുക്മിണി ആൻറ്റി ചിരിക്കുന്നത്? രുക്മിണിയുടെ മനസ്സിൽ പറയുവാണ്, നീ ചുട്ടെടുക്കണി ഉണ്ണിയപ്പം, നിൻ്റെ മോൾ ഈ ഉണ്ണിയപ്പം തിന്നുമ്പോൾ അവൾ അയ്യോ എൻ്റെ അമ്മേന്ന് പറഞ്ഞ് കരഞ്ഞ് അപ്പം തന്നെ അവൾക്ക് ബ്ലീഡിങ് ആവും. അങ്ങനെ അവൾ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണ്ട. മനസ്സിലിങ്ങനെ ഓർത്തോണ്ട് രുക്മിണി ചിരിക്കുമ്പോൾ പ്രിയയും രാധമ്മയും ഇങ്ങനെ നോക്കുവാണ് രുക്മിണിയെ. പെട്ടെന്ന് രുക്മിണി വിഷയം മാറ്റിയിട്ട്, ഇല്ല നല്ല പലഹാരമാണല്ലോ എന്ന് ഓർത്തങ്ങ് ചിരിച്ചു പോയതാ. രാധമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന പലഹാരത്തിനൊരു പ്രത്യേക രുചിയാണ്, ഒരു വല്ലാത്ത കൈപുണ്യം തന്നെ എന്നൊക്കെ പറഞ്ഞ് രുക്മിണി വല്ലാതൊക്കെ അങ്ങ് പുകഴ്ത്തുന്നുണ്ട് രാധമ്മ. പണ്ട് മുതലേ എൻ്റെ ശ്രീലക്ഷ്മിക്ക് പലഹാരം വലിയ ഇഷ്ടമാണ്. രുക്മിണി മനസ്സിൽ പറയും, എനിക്കറിയാം അല്ലെങ്കിലും അവളൊരു പലഹാരപ്രേമിയാണെന്ന്. ഈ ഉണ്ണിയപ്പം ഉണ്ണിയുള്ളവരുടെ വയറ്റിൽ കൊടുക്കാൻ പോകുന്ന ഒരു കൊച്ചു ബോംബാണ്. ഈ സമയം ഫംഗ്ഷന് പോകാൻ വേണ്ടി പ്രതാപനെ രാജുവും ഹൃദയം കൂടെ ഷർട്ടൊക്കെ ഇട്ടിങ്ങനെ ഒരുക്കുവാണ്. അപ്പോൾ അംബിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, പ്രതാപ നിന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്, അതിനെന്താ ചേച്ചി അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ എന്നിങ്ങനെ പ്രതാപൻ പറയുവാണ്. പ്രതാപൻ അങ്ങനെ അവരുടെ അടുത്തോട്ട് രാജു ഇങ്ങനെ വീൽ ചെയറെ കൊണ്ടുവരുവാണ്. അവർക്കൊക്കെ പ്രതാപനെ കണ്ടപ്പോൾ വലിയ സന്തോഷം. നമസ്കാരം സാർ എന്നൊക്കെ പറഞ്ഞ് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ സാറിനെ ഒന്ന് കാണാമെന്ന വിവരങ്ങളൊക്കെ ഞങ്ങൾ അപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. സാറിന് അസുഖം ഭേദമായെന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് എൻ്റെ ഒരു പുനർജന്മമാണ്. ഇത് കേട്ടിട്ട് അവർ പറയുക, സാറിനെ അങ്ങനൊന്നും പെട്ടെന്ന് ദൈവം വിളിക്കില്ല, സാറിനെ ഈ ദേശത്തിന് വേണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. സാറിനി പതുക്കെ പുറത്തോട്ട് ഇറങ്ങണം, ഓഫീസിലോട്ടും വരണം. ഉടനെ പ്രതാപം പറയാം, തൽക്കാലം ഞാനിനി രാഷ്ട്രീയ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേട്ടപ്പോൾ അംബികയുടെ ഒരു സന്തോഷം. അടുത്ത് നിൽക്കുന്ന ദീപക്കനെ നോക്കി അംബിക ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുക. എല്ലാം എൻ്റെ കൈക്കുള്ളിൽ ആയടാ മോനെ എന്നുള്ള ഒരു ഭാവത്തിൽ. ഈ സമയം രാജുവിനും ഹൃദയയ്ക്കും പ്രതാപൻ അങ്ങനെ പറഞ്ഞത് കേട്ട് അവരിങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? അതെ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി. ഞാൻ പറയാതെ തന്നെ എനിക്കൊരാപത്ത് വന്നപ്പോൾ എൻ്റെ ചേച്ചി ഞാൻ ചെയ്യേണ്ട ജോലികളൊക്കെ ഏറ്റെടുത്തില്ലേ സാറേ. അംബിക മാഡം മാത്രം ഉണ്ടായാൽ പറ്റില്ല, സാറും കൂടെ ഉണ്ടായെങ്കിലേ ശരിയാകത്തുള്ളൂ. ഇനി കുറച്ചുനാൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ചെലവഴിക്കണം. രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് കുടുംബജീവിതം മറന്നുപോയ ഒരാളാണ് ഞാൻ. തൽക്കാലം കുടുംബത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഇപ്പോഴെൻ്റെ ആഗ്രഹം. പൊളിറ്റിക്സ് ഒക്കെ ഇനി ചേച്ചി കൈകാര്യം ചെയ്തോളും. ഇങ്ങനെ പ്രതാപം പറഞ്ഞപ്പോൾ രാജുവിൻ്റെയും ഹൃദയനെ തലക്കിടിയേറ്റതുപോലെ അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം വിശ്വസിക്കാനാകാതെ ഇങ്ങനെ നോക്കുവാണ്. മിനിസ്റ്റർ ആയാലേ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റുമോ? ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട രാജുവിൻ്റെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുക, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകാൻ തുടങ്ങുവാൻ. എന്നാൽ സാർ ഇറങ്ങിക്കോളൂ, ഞങ്ങളും പോവുകയാണ്. അങ്ങനെ രാജുവും ഹൃതികയും ചേർന്ന് പ്രതാപനെ വീൽ ചെയറിൽ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോവാണ്. അവിടെ വന്ന രാഷ്ട്രീയക്കാരും പറയും, വാ നമുക്കും പോകാം. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, എന്നാലും വർമ്മ സാറിനെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചവനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അംബികയും മകനും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണ്. ഇത് ചെയ്തവൻ ആരായാലും മഹാദ്രോഹികളാ, അവനൊക്കെ കാളസർപ്പത്തിന്റെ കടിയേറ്റ ചാകത്തുള്ളൂ. ആ അംബികയുടെ മകന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ദീപക്കൊന്ന് ഞെട്ടി നോക്കുവാണ്. അവരങ്ങനെ പറഞ്ഞിട്ട് പോയപ്പോൾ അംബിക പറയാൻ, നാശങ്ങൾ. ശ്രീലക്ഷ്മിയുടെ വളകാപ്പിനുള്ള ഫംഗ്ഷൻ ഗംഭീരമായി നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും പൂക്കളുമൊക്കെ കൊണ്ട് വലിയ ഡെക്കറേഷനൊക്കെ നടത്തിയിരിക്കുന്നു.
അപ്പോഴൊരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് വേണുവേട്ടൻ, എടി രാധമ്മേ, തൻ്റെ പെണ്ണും ചെറുക്കനും വന്നിട്ടുണ്ട്. ഹരീഷിനെയും ശ്രീലക്ഷ്മിയെയും കൂട്ടിയിട്ട് ഋതിക അങ്ങോട്ട് വരുവാണ്. കരുനാഗം പത്തി വിടർത്തിയ പോലെ വിഷസർപ്പമായ രുക്മിണി ആരതി തട്ടുവാട്ട് പുഞ്ചിരിയോടെ മരുമകളെ ഇങ്ങനെ ആരതി ഒഴിയാൻ വരുവാണ്. വലിയ സ്നേഹപ്രകടനത്തോടെ രുക്മിണി ശ്രീലക്ഷ്മിയോട് പറയുന്ന, മോക്ക് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, മോൾ പേടിക്കണ്ട കേട്ടോ. അങ്ങനെ രുക്മിണി ശ്രീലക്ഷ്മിക്ക് ആരതി ഒഴിയുമ്പോഴും മനസ്സിൽ പറയുക, ഇത്തിരി കഴിയട്ടടി, നിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പെറ്റു വളർത്തി ഈ തറവാട്ടിലെ തറവാട്ടമ്മയായിട്ട് ജീവിക്കാവുന്ന നീ സ്വപ്നത്തിൽ പോലും കരുതണ്ടാടി. രാധമ്മ പറയാം, ആദ്യം മോളെ അകത്തോട്ട് കൊണ്ടുപോയി നമുക്ക് വളകളൊക്കെ ഇട്ടിട്ട് പന്തലിലോട്ട് കൊണ്ടുപോകാം. രാധമ്മ പറഞ്ഞതാ ശരി, അതാണല്ലോ ചടങ്ങ്. ആട്ടിൻതോലണിഞ്ഞ ചെന്നായി ആ രുക്മിണി ശ്രീലക്ഷ്മിയോട് പറയാം, മോളെ അന്നത്തെ ആ ദേഷ്യത്തിൽ എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി, അതുകൊണ്ട് മോൾ അതൊന്നും മനസ്സിൽ വെക്കല്ലേ. ഇതൊന്നും അറിയാത്ത ശ്രീലക്ഷ്മി പറയുക, ഇല്ലമ്മേ, ഏതൊരമ്മായിയമ്മയും പറയുന്ന പോലെ മാത്രമേ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളല്ലോ, അതുകൊണ്ട് അതൊന്നും സാരമില്ലമ്മേ, അമ്മ എന്നെ സ്വീകരിച്ചല്ലോ, എനിക്കത് മാത്രം മതി. ഇനി മുതൽ എൻ്റെ പൊന്നു മോളെ ഞാൻ എൻ്റെ മകളെ പോലെ നോക്കും. മോൾ എന്നും ഈ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതൊന്നും അറിയാത്ത പാവങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിന്ന് കാണും അതൊക്കെ. എന്നിട്ട് മനസ്സിൽ രുക്മിണി പറയുക, 5 മിനിറ്റിനുള്ളിൽ നീ ബ്ലീഡിംഗ് ആയി വേദന കൊണ്ട് ഇവിടെ കിടന്ന് പൊളയുവടി, അതിനുള്ള മരുന്നൊക്കെ ഞാൻ ഇവിടെ നിനക്ക് ശരിയാക്കി വെച്ചിട്ടുണ്ടടി. നന്മ മാത്രം നിറഞ്ഞ നമ്മുടെ രാധമ്മ പറയുക, ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും ഒന്നായി, നമ്മളെല്ലാം അങ്ങ് ഔട്ടുമായി. അങ്ങനെ രാജുവും ജയനും ചേർന്ന് ഹരീഷിനെ സ്വീകരിക്കുന്നുണ്ട്. ജയൻ പറയുക, ഇങ്ങോട്ട് വാ ഹരീഷെ, ആ അലങ്കരിച്ച കസേരയിൽ പോയി ഇരിക്കുക. അതെന്തിനാ ജയേട്ടാ? ഗർഭിണിയായ പെണ്ണിനാണ് വളകാപ്പ്, അല്ലാതെ അവളുടെ ഭർത്താവിനല്ല. എന്നാലും അതിൻ്റെ ഉത്തരവാദി നീയല്ലേ ഹരീഷെ, അങ്ങനൊന്നും കൈ കഴുതി നീ മാറാമെന്ന് വിചാരിക്കണ്ട. ജയന്റെ ആ വളിച്ച കോമഡി ഹരീഷിനും രാജുവിനും തീരെ ഇഷ്ടമായില്ല. അവരിങ്ങനെ ദേഷ്യത്തോടെ നോക്കുക. അംബികയ്ക്ക് പ്രതാപൻ പോയത് തീരെ ഇഷ്ടമായില്ല. അംബിക ഇങ്ങനെ ദേഷ്യത്തിൽ നടന്ന് പറയാ, അവൻ പോയിരിക്കുന്ന മരുമവന്റെ പെങ്ങടെ വളകാപ്പിന്, അവന്റെ ഒരു 16 അടിയന്തരം എന്നും പറഞ്ഞ് അംബിക രുക്മിണിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്തായി രുക്മിണി, ചടങ്ങൊക്കെ തുടങ്ങിയോ? ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചടങ്ങൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അംബികയെ. അംബിക പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ രുക്മിണി ചെയ്യാൻ പോകുന്നത്? അപ്പോൾ രുക്മിണി ആ കാര്യങ്ങളൊക്കെ അംബികയ്ക്ക് രഹസ്യമായിട്ട് പറയുന്നുണ്ട് ഫോണിൽ കൂടെ. രുക്മിണിയെ നേരത്തെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അംബിക. രുക്മിണി, ഇത്രയധികം ദ്രോഹം ചെയ്ത രാജുവിൻ്റെ കുടുംബക്കാരോട് പ്രതികാരം ചെയ്യണ്ടേ? രുക്മിണിയുടെ മോൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരണോ? വേണ്ട അംബിക, ഒരിക്കലും പാടില്ല. എന്നാൽ രുക്മിണി, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണം. ആ ശ്രീലക്ഷ്മിയുടെ കുഞ്ഞ് നമുക്ക് വേണ്ട എന്നും പറഞ്ഞ് അംബിക ആ ഗർഭം അലസിപ്പിക്കാനുള്ള ഒരു മരുന്ന് രുക്മിണിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആഘോഷ ചടങ്ങിനുള്ളിൽ പ്രിയ ഇങ്ങനെ ഓരോരുത്തർ കളിയാക്കും. അപ്പോൾ ജയം പറയാം, ലോകത്ത് ഇത്രയും പുളിയുള്ള സാധനങ്ങളുണ്ടെന്ന് അറിയുന്നത് പ്രിയ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴാണ്. ലോകത്തുള്ള പുളിയുള്ള മാങ്ങയും പുളിയും ഇരുമ്പപ്പുളി, പുളിച്ച ദോശ, ഇതൊക്കെയായിരുന്നു പ്രിയയ്ക്ക് വേണ്ടത്. വേണുവേട്ടനും പറയുന്നുണ്ട്, അല്ല ചടങ്ങിനുള്ള സമയമാകാറായി, അയ്യോ പെണ്ണിനെ ഒരുക്കണ്ടേ? രാധമ്മ പറയുവാണ്. ഉടനെ രുക്മിണി പറയാം, ഇനി വേറെ ഡ്രസ്സ് ഇടണോ? ഋതിക പറയാം, ആരും ടെൻഷൻ അടിക്കണ്ട, പെണ്ണിനും ചെറുക്കനുമുള്ള ഡ്രസ്സെല്ലാം രാജു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ രാജുവിനെ നോക്കുക. രാജു ആണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക. ഞാനിത് എപ്പോൾ വാങ്ങി എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുക രാജു. അങ്ങനെ ഋതിയ ശ്രീലക്ഷ്മിക്കും ഹരീഷിനുമുള്ള ഡ്രസ്സ് കൊണ്ട് കൊടുക്കുവാണ്. ആ സാരി കണ്ടുകൊണ്ട് പ്രിയയ്ക്ക് ഭയങ്കര കുശുമ്പ്. പ്രിയ പറയാം, അയ്യോ ഇത് ഒരുപാട് വിലയുള്ള സാരിയാണല്ലോ. അങ്ങനെ ഋതിയയും പ്രിയ എല്ലാവരും ചേർന്ന് ശ്രീലക്ഷ്മിയെ സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയാക്കി കൊണ്ടുവരുന്നുണ്ട്. രാജുവും ജയനും ചേർന്ന് ഹരീഷിനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഹരീഷിനെ നല്ല സുന്ദരനാക്കി കൊണ്ടുവരുവാണ്. രാധമ്മ പറയുന്നു, മക്കളെ വർമ്മസാറിൻ്റെ അനുഗ്രഹം മേടിക്ക്. അങ്ങനെ ശ്രീലക്ഷ്മി ഹരീഷും പ്രതാപൻ്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നുണ്ട്. പ്രതാപൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രതാപൻ ശേഖര എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ ശേഖരൻ ഒരു ഓർണമെൻറ്റ്സ് ബോക്സ് പ്രതാപൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അതിലിരിക്കുന്ന ഒരു മാലയെടുത്ത് പ്രതാപൻ ഹരീഷിൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കുവാണ്. എന്നിട്ട് യാമിനിയെ വിളിക്കുന്നുണ്ട്. ആ ബോക്സിലിരിക്കുന്ന 2 വളകളും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ അണിയിക്കാൻ പറയുന്നു. യാമിനിയും അത് സന്തോഷത്തോടെ ശ്രീലക്ഷ്മിയുടെ കൈകളിൽ അണിയിക്കുന്നുണ്ട്. രാധമ്മയാണെങ്കിൽ ഹരീഷിൻ്റെ കൈവിരലിലൊരു മോതിരം അണിയിക്കുന്നു. വേണുവേട്ടൻ 2 വള കൊണ്ടുവന്ന് ശ്രീലക്ഷ്മിയുടെ കൈകളിലും അണിയിക്കുന്നു. ഇതൊക്കെ പ്രിയയ്ക്ക് കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല. നല്ല കുസുമ്പുണ്ട്. കാരണം പ്രിയയ്ക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും നടത്തിയില്ലല്ലോ. ഇനി അടുത്തതായിട്ട് പലഹാരമൊക്കെ ഊട്ടിവിടുന്നതാണ് എന്നും പറഞ്ഞ് രുക്മിണിയും കുറേ ആൾക്കാരും പോയി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വെക്കുവാണ്. രാധമ്മ പറയുന്നുണ്ട്, ഉണ്ണിയപ്പം ശ്രീമോൾക്ക് വലിയ ഇഷ്ടമാണ്,
രുക്മിണി ഉടനെ ഏറ്റുപിടിക്കുന്നുണ്ട്. ശരിയാ, എല്ലാ പലഹാരവും രാധമ്മ തന്നെ ഉണ്ടാക്കിയത്. ഞാൻ ബേക്കറിയിൽ നിന്ന് പോയി പലഹാരം മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ രാധമ്മ സമ്മതിച്ചില്ല. എല്ലാം തന്നെ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് രാധമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ കൊണ്ടുവന്നിരിക്കുന്ന ഉണ്ണിയപ്പത്തിനകത്ത് രുക്മിണി ഗർഭം കലക്കാനുള്ള എന്തോ ഒരു മരുന്ന് ആ ഉണ്ണിയപ്പത്തിൽ കലക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങാണ് രുക്മിണിയുടെ തലയിൽ വീഴുമോയെന്ന് ഭയന്നിട്ട് നേരത്തെ തന്നെ അത് രാധമ്മയുടെ പേരിലാക്കുവാണ് രുക്മിണി നിന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, ഇവൾ ആദ്യം തന്നെ ഉണ്ണിയപ്പം തിന്നണേ, ഉണ്ണിയപ്പം തിന്നാനായിരിക്കണേ ഇവൾക്ക് കൊതി തോന്നേണ്ടത്. അങ്ങനെ ശ്രീലക്ഷ്മിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമായ ഉണ്ണിയപ്പം ഹരീഷ് എടുത്തിങ്ങനെ ശ്രീക്ക് കൊടുക്കുമ്പോൾ ശ്രീ പറയുന്നുണ്ട്, വേണ്ട ഹരീഷ് കഴിക്ക്, വേണ്ട ശ്രീക്കാണ് ഈ ഫംഗ്ഷൻ, ശ്രീയാണ് കഴിക്കേണ്ടതെന്നെങ്കിൽ പറഞ്ഞ് ഹരീഷ് ശ്രീലക്ഷ്മിയുടെ കയ്യിലോട്ട് ആ ഉണ്ണിയപ്പം കൊടുക്കുന്നു. ശ്രീലക്ഷ്മി ഇങ്ങനെ സന്തോഷത്തോടെ ആ ഉണ്ണിയപ്പം കഴിക്കുവാണ്. രാധമ്മയും മറ്റെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ആ ചടങ്ങ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. രുക്മിണി മാത്രം ഇങ്ങനെ മനസ്സിൽ കഴിക്ക്, ഇപ്പം നിൻ്റെ നിലവിളി ഇവിടെ കേൾക്കാടി, നിനക്കെൻ്റെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം അല്ലേ, കാണിച്ചു തരുന്നുണ്ടടി നിനക്ക് ഞാൻ. ശ്രീലക്ഷ്മി അങ്ങനെ ഉണ്ണിയപ്പം കഴിച്ചിട്ടും പ്രത്യേകിച്ചൊരു ഭാവവ്യത്യാസവും കാണുന്നില്ല. അവളിങ്ങനെ എല്ലാവരോടും സന്തോഷത്തോടെ ചിരിച്ച് വർത്തമാനം പറയാം. രുക്മിണിക്ക് ആകെ ഒരു അങ്കലാപ്പ്, ഇവക്കെന്താ ഈ വിഷമൊന്നും ഏക്കത്തില്ല, ഇനി അമ്പികയ്ക്ക് മരുന്നെങ്ങാനും മാറിപ്പോയതാണോ, ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചു കാണും എന്നും പറഞ്ഞ് ദേഷ്യവും സങ്കടത്തോടെ ഇങ്ങനെ ശ്രീലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുവാണ് രുക്മിണി. അപ്പോൾ പെട്ടെന്ന് ശ്രീലക്ഷ്മി അവളുടെ വയറ്റത്തോട്ട് കൈവെക്കുന്നുണ്ട്. അയ്യോ എന്നിങ്ങനെ പതുക്കെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് രുക്മിണിയുടെ ഒരു സന്തോഷം കാണാം. ആ കറക്റ്റ്, ആ മരുന്ന് ഫലിച്ച് ഇപ്പം തീരും അവിടെ കൊച്ച്. അയ്യോ ഹരീഷേ എനിക്ക് വയ്യ, അയ്യോ ഹരീഷേ എൻ്റെ വയറ് നോവുന്നു എന്നും പറഞ്ഞ് ശ്രീലക്ഷ്മി ഹരീഷിൻ്റെ ദേഹത്തോട്ട് കുഴഞ്ഞു വീഴുവാണ്. അപ്പോഴേക്കും രുക്മിണി തീർച്ചപ്പെടുത്തി കഴിഞ്ഞ് ഇത് ഈ പഴിയെല്ലാം രാധമ്മയുടെ മണ്ടയിലോട്ട് വെക്കണം. പെട്ടെന്ന് തന്നെ ശ്രീലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ശ്രീലക്ഷ്മിയെ പരിശോധിക്കുന്നു. വാതക്കൽ എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുക. ശ്രീലക്ഷ്മിയെ പരിശോധിച്ച ഡോക്ടർ പുറത്ത് വന്നിട്ട് ഹരീഷിനോട് പറയുന്നു, ഐ ആം വെരി സോറി, കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അബോർഷനായിപ്പോയി. തക്ക സമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ശ്രീലക്ഷ്മിയെ രക്ഷിക്കാൻ കഴിഞ്ഞു. എന്താണ് ശ്രീലക്ഷ്മിക്ക് സംഭവിച്ചത്? ഈ കുട്ടിയെ വേണ്ടാന്ന് വല്ല വിചാരം ഉണ്ടായിരുന്നോ? എന്താണ് ശ്രീലക്ഷ്മി കഴിച്ചത്? ശ്രീലക്ഷ്മി കഴിച്ച ഫുഡിൽ അബോർഷനാകുന്ന മരുന്ന് കലർന്നിട്ടുണ്ടായിരുന്നല്ലോ. ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കേട്ടതും എല്ലാവരും അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഹരീഷ് ആകെ അലറിപ്പോയി. അയ്യോ എന്തായി പറ്റിയത്? ഹരീഷ് ദേഷ്യത്തോടെ രുക്മിണിയെ തുറച്ചു നോക്കുക. അപ്പോൾ നിങ്ങളാണ് ഈ ചതി ചെയ്തില്ലേ? നിങ്ങൾ സ്നേഹത്തോടെ പിന്തുടർന്ന് വന്നത് ഇതിനു വേണ്ടിയായിരുന്നില്ലേ? എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് രുക്മിണിയോട് ചൂടാവുകയാണ്. ആ തക്കം നോക്കി ഇതാണ്ട് രുക്മിണി കളി തുടങ്ങിക്കഴിഞ്ഞു. എടാ മോനെ, ഞാൻ അന്നേരെ പറഞ്ഞതാ ബേക്കറിയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന്. ഈ രാധമ്മ കേട്ടില്ല. ഈ രാധമ്മയാണ് മോനെ ഇത് ചെയ്തത്. ഈ രാധമ്മ എന്തോ ആ ഉണ്ണിയപ്പത്തി കലക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മോനെ നിൻ്റെ കുഞ്ഞു പോയത് എന്നും പറഞ്ഞൊരു കൃത്രിമ നാടകവും അഭിനയവും കരച്ചിലും ഒക്കെ രുക്മിണി അങ്ങോട്ട് കാണിക്കുവാണ്. എൻ്റെ പൊന്നുമോൻ്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കുക. ഈ രാധമ്മ പലഹാരം ഉണ്ടാക്കുന്നിടത്തോട്ട് എന്നെ അടുപ്പിച്ചതേ ഇല്ല മോനെ. അത് കേട്ട് രാധമ്മയും പ്രിയ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. കാരണം രുക്മിണി കൂടെ നിന്നാണല്ലോ പലഹാരം ഉണ്ടാക്കിയത്, ഓരോന്ന് തിന്നിട്ട് അഭിപ്രായം പറഞ്ഞതും. രുക്മിണി എന്താ ഈ പറയുന്നത് എന്നൊക്കെ രാധമ്മ പറയുന്നു. പക്ഷെ അതൊക്കെ ആര് കേൾക്കാൻ, ആര് വിശ്വസിക്കാൻ? അപ്പോഴേക്കും ആ രുക്മിണിയുടെ മകനല്ലേ ഹരീഷ്, അവൻ നേരെ ഏതാണ്ട് രാധമ്മയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞു. അമ്മയും മകനും ചേർന്ന് രാധമ്മയെ കുറ്റപ്പെടുത്തുക. രുക്മിണി പറഞ്ഞതെല്ലാം ഹരീഷ് അങ്ങ് വിശ്വസിച്ചു. എനിക്ക് അല്ലെങ്കിലും അറിയാം രാധമ്മയെ നിങ്ങൾ തന്നെ ഇത് ചെയ്തത്, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എങ്കിലും നിങ്ങൾക്ക് എങ്ങനെ തോന്നി എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ? നിങ്ങളുടെ മകളുടെ കുഞ്ഞല്ലായിരുന്നോ എന്നൊക്കെ ഹരീഷ് പറഞ്ഞ് കരയുന്നുണ്ട്. രാധമ്മയ്ക്ക് ഇത് കേട്ട് ചങ്ക് പൊട്ടി കരയോ. മോനെ ഹരീഷേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ പ്രസവിച്ച മകളാണത്, എൻ്റെ മോടെ കുഞ്ഞിനെ നശിപ്പിക്കുമോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. രാജുവും ഋതികയും വേണുവേട്ടനും എല്ലാവരും സങ്കടത്തോടെ ഓരോന്ന് പറയുന്നെങ്കിലും അവരമ്മയും മകനും കേൾക്കുന്ന പാടില്ല. വെറുതെ വിടരുത് മോനെ, ഇതിന് കണക്ക് ചോദിക്കണോടാ. ഇങ്ങനെ എരുതിയിലോട്ട് എണ്ണ കോരി ഒഴിക്കുന്ന പോലെ രുക്മിണി ഓരോന്നൊക്കെ കള്ളത്തരങ്ങൾ ഇങ്ങനെ ഹരീഷിനോട് പറഞ്ഞു കൊടുക്കുവാണ്. ഈ സമയം അബോധാവസ്ഥയിൽ കിടന്നിട്ട് ശ്രീലക്ഷ്മി ബോധം തെളിഞ്ഞതും പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തോട്ട് വരിക. ശ്രീലക്ഷ്മിയെ കണ്ടത് മോളേന്നും പറഞ്ഞ് രാധമ്മയെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ശ്രീലക്ഷ്മി ആണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തോടെ രാധമ്മയെ പിടിച്ച് മാറ്റുക. രാധമ്മയാണ് അവളുടെ കുഞ്ഞിനെ കൊന്നതെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. രാധമ്മ ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. അമ്മയുടെ കരച്ചിൽ കണ്ട് രാജുവിനും സഹിക്കുന്നില്ല. എൻ്റെ മോളെ അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ പൊന്നുമോളെ നീതി വിശ്വസിക്ക് എന്നൊക്കെ ഇങ്ങനെ രാധമ്മ പറയുമ്പോൾ രുക്മിണി പറയാം, ഇല്ല ഇത് രാധമ്മ തന്നെ ചെയ്ത്. കാരണം അവരുടെ മരുമോക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായില്ലല്ലോ. അപ്പോൾ എൻ്റെ മരുമോക്ക് കുഞ്ഞുണ്ടായത് അവർക്ക് സഹിച്ചില്ല. അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ രാധമ്മ ആ ഉണ്ണിയപ്പത്തിൽ എന്തോ കലക്കി കൊടുത്ത് മോനെ നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നും പറഞ്ഞ് രുക്മിണി ഓരോന്ന് പറയുവാണ്.
രുക്മിണി ആൻറ്റി, ഞങ്ങളെല്ലാവരും വളരെ സങ്കടത്തിൽ നിൽക്കുക, നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കഥ പറയരുത് എന്ന് ഹൃതിക പറയുമ്പോൾ, എന്നാൽ നീ ആയിരിക്കും അത് ചെയ്തത്, നീയും നിൻ്റെ ഭർത്താവും ചേർന്നായിരിക്കും അത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഹരീഷ് അവരിങ്ങനെ സംശയത്തോടെ നോക്കുവാണ്. ശരിയാ, നിങ്ങൾ തന്നെയായിരിക്കും എന്നാണ് അത് ചെയ്തത്. ഈ സമയത്ത് ഒരു പോലീസുകാരനോട് ഒളിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ നോക്കുന്നുണ്ട്. അംബികയുടെ ചിങ്കിടിയാണ് അവൻ. അംബികയുടെ ഫോൺ അവന് വരുന്നുണ്ട്. എന്തായെന്നൊക്കെ അവനോട് ചോദിക്കുന്നു. ഒന്നിനെയും വെറുതെ വിടരുത്, എല്ലാത്തിനെയും പൊക്കിക്കോണം അവിടുന്ന് എന്നൊക്കെ അംബിക അയാൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യം എന്തായെന്നറിയാൻ പ്രതാപൻ ശേഖരനോട് പറഞ്ഞു. ശേഖരൻ അങ്ങനെ രാജുവിനെ വിളിച്ച് സംസാരിക്കുന്നു. രാജു അങ്ങനെ ശേഖരനോട് ഹോസ്പിറ്റലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുവാണ്. പ്രതാപനോട് ശേഖരൻ പറയുന്നു, ചേട്ടാ, ശ്രീലക്ഷ്മിയുടെ കുട്ടി അബോഷനായിപ്പോയി. ഇപ്പം അതവിടെ സംസാരം മൂത്ത് ഒരു കേസിൻ്റെ വക്കിലെത്തിയിരിക്കുക. ചേട്ടാ, നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. എന്ത് കേസായെന്നോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുന്നു. അതെ, രാജു പറഞ്ഞു ചേട്ടാ, കേസെടുക്കുവാണ് പോലീസ് വന്നെന്ന്. അപ്പോഴേക്ക് ഒളിഞ്ഞും മറിഞ്ഞു നിന്ന പോലീസുകാരന് വേറെ ചിങ്കിടികളോട് അങ്ങോട്ട് വന്നിട്ട് ശ്രീലക്ഷ്മിയോട് ചോദിക്കും, എന്താ, ഞങ്ങൾ യാദൃച്ഛികമായിട്ട് ഇവിടെ ഒരു കേസിന് വേണ്ടി വന്നതാ. അപ്പോഴാണ് നിങ്ങളുടെ ഈ സംസാരം കേട്ടിടത്തോളം ഇത് വെറുതെ വിടാൻ പറ്റില്ല, ഇത് കേസെടുത്തേ മതിയാവൂ. അപ്പോഴേക്ക് രുക്മിണിയും ഹരീഷും ശ്രീലക്ഷ്മിയും ചേർന്ന് രാധമ്മയെ കുറ്റപ്പെടുത്തി പറയുവാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി രാധമ്മയും മറ്റും എല്ലാവരെയും പൊക്കണമെന്നാണല്ലോ അംബികയുടെ ഓർഡർ, അതനുസരിക്കാൻ വേണ്ടി വന്നതാണല്ലോ പോലീസുകാരനും. മോളെങ്കിലും ഒന്ന് വിശ്വസിക്കും, 3 മക്കളെ പ്രസവിച്ചതല്ലേ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ശ്രീലക്ഷ്മിയോട് രാധമ്മ ചോദിക്കുമ്പോൾ, നിങ്ങൾ 3 പ്രസവിച്ചോ? എങ്കിൽ നിങ്ങൾ ആരെയാണ്? നിങ്ങളുടെ മകനെ മാത്രമേ നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ, പെൺകുട്ടികളെ ഞങ്ങളെ 2നെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ ശ്രീലക്ഷ്മി കഠിനമായ വാക്കുകൾ പറഞ്ഞ് രാധമ്മയെ വിഷമിപ്പിക്കുക. ഇതെല്ലാം കണ്ട് വേണുവേട്ടനും രാജുവും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. പോലീസുകാരനാണെങ്കിൽ കേസ് എടുപ്പിക്കാൻ തന്നെ നിൽക്കുവാണ്. ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറാണ്, എനിക്കൊരു പേപ്പർ ഇങ്ങോട്ട്, ഞാൻ പരാതി എഴുതട്ടെ എന്ന് ശ്രീലക്ഷ്മി പറയുമ്പോൾ ഒരു പേപ്പർ കൊടുത്തിട്ട് ആ പോലീസുകാരൻ പറയാം, നിങ്ങളൊരു സൈൻ മാത്രം താഴെ ഇട്ട് തന്നാൽ മതി, ബാക്കി എന്താ വേണ്ടതെന്നൊക്കെ ഞങ്ങൾ എഴുതി ചേർത്തോളാം എന്നും പറഞ്ഞ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് സൈനും വാങ്ങിച്ചുകൊണ്ട് ആ പോലീസുകാരൻ ആ പേപ്പറും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യസന്ധയായ രാധമ്മയോട് കാണിച്ച ഈ പ്രതികാരത്തിന് രുക്മിണിയെയും അംബിയെയും ദൈവം വെറുതെ വിടുവോ? ദൈവം വിട്ടാലും രാജുവും ഹൃതിയെയും വെറുതെ വിടുമോ? ഇനി എന്തായിരിക്കും രുക്മിണിയോടും അംബികയോടും കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാനായി അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.